ഇന്ന് രാവിലെ തൊട്ടേ നല്ല മഴയാണ് കേട്ടോ ഇവിടെ. മഴ മാത്രമല്ല, അത്യാവശ്യം ചെറുതായിട്ട് നല്ല കാറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം ഞായറാഴ്ച, കുഞ്ഞിന് പോളിയോ കൊടുക്കാൻ പോകേണ്ടതുണ്ട്. അപ്പം മഴയത്ത് എങ്ങനെ പോകുമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ച് മഴ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ കുറയാൻ തുടങ്ങി. അപ്പോഴത്തേക്കിന് ഇതാ തനുക്കുട്ടിനെ എന്നാൽ പിന്നെ കുളിപ്പിച്ചിട്ട് റെഡിയാക്കിയേക്കാന്ന് ഓർത്ത്. ഈ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് അംഗൻവാടിയിലോട്ട് പോകേണ്ടത്. അങ്ങനെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി കേട്ടോ. ഇതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ അവളെ ഇടിയിപ്പിച്ചത്. അങ്ങനെ അവളെ സുന്ദരി കുട്ടിയാക്കി. ഇനിയിപ്പം പെട്ടെന്ന് ഞാനെന്നാൽ പിന്നെ റെഡിയാക്കാമെന്ന് ഓർത്ത്. ഇതാ ഞാനാണെങ്കിൽ മാക്സിയൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് കേട്ടോ. എൻ്റെ കൂടത്തിൽ ഇതെൻ്റെ കുഞ്ഞേച്ചിയും കൂടെ വരാമെന്ന് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ചേച്ചി. ഇതാ തനിക്കുട്ടി ഓൾറെഡി റെഡിയായി, കുഞ്ഞേച്ചി ഓൾറെഡി റെഡിയായി. ഇനിയിപ്പം ഞാൻ മാത്രമേ റെഡിയാകാനായിട്ടുള്ളൂ. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ റെഡി ആയിട്ട് വായിലിങ്ങനെ വിരലും ഇട്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവളുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞേച്ചി അവിടെ വന്ന് ഹായ് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു കുഞ്ഞേച്ചി എവിടെ പോവാന്ന് ചോദിച്ചപ്പോൾ അംഗൻവാടി പോവാണ്. ആരുടെ കൂടത്തിൽ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് മേമയുടെ കൂടത്തിൽ പോവാന്നൊക്കെ അവളിങ്ങനെ പറയുവാണ് കേട്ടോ. അങ്ങനെ അവളുടെ അടുത്ത് കുറച്ചേരം ഇങ്ങനെ വർത്താനം പറയുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. തനിക്കുട്ടിയെ കൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും പുറത്തൊന്നും പോകാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി ടാറ്റ പോകാമെന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക സന്തോഷമൊക്കെയാണ്. അങ്ങനെ ഞാൻ അവളടുത്ത് ടാറ്റ പോകാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൾ ഇതാ കൈയും കാലുമൊക്കെ ഇട്ട് ഇങ്ങനെ ഇത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൊച്ചു കുട്ടികളൊക്കെ ഉള്ള പേരൻസ് ആണെങ്കിൽ അവരെയും കൊണ്ടൊക്കെ പുറത്തോട്ടൊക്കെ പോകാനായിട്ട് ആകെ ടെൻഷനായിരിക്കും. എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷനായിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് കുട്ടികളെ കൊണ്ട് പോകുന്നത് അവർക്കും നല്ലതാണ്, നമുക്കും ഒരു മൈൻഡ് ഫ്രീ ആകും. എന്നാൽ ഇവിടെ കുഞ്ഞേച്ചിയുടെ കോസ്റ്റ്യൂംസൊക്കെ ഞാനിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. കുഞ്ഞേച്ചി ഒരു ഫ്രോക്കൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞേച്ചി റെഡിയായിട്ട് നിൽക്കുകയാണ് പോകാനായിട്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് റെഡിയാകാനായിട്ട് പോയി കേട്ടോ. ഇതാണൊരു സിമ്പിൾ കോസ്റ്റ്യൂമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ മുടിയിൽ ഇങ്ങനെ പണിയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഭയങ്കരമായിട്ട് എനിക്ക് മുടി പൊഴിയുന്നുണ്ട്. ഞാൻ കരയുമല്ല കേട്ടോ, കണ്ണൊക്കെ എഴുതിയ എൻ്റെ എഫക്റ്റാണ്. കണ്ണിക്കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം വരുവാണ് കേട്ടോ. കുറേ നാൾ കൂടിയാണ് കണ്ണൊക്കെ എഴുതുന്നത്. അങ്ങനെ കുഞ്ഞേച്ചിയും ഞാനും തനിക്കുട്ടിയും കൂടെ പോവുകയാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ഒരു കുളമാണ് കേട്ടോ. അതിനോട് ചേർന്ന് ഒരു ക്ഷേത്രമുണ്ട്, തൊട്ട് ഫ്രണ്ടിലൊരു പാടവും ഉണ്ട് കേട്ടോ. നല്ല വൈബാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കാനായിട്ട് ഒരു പ്രത്യേക ഫീലാണ് നമുക്ക്. കണ്ടോ, ഇപ്പം മഴ പെയ്ത സമയത്ത് ഒരുപാട് വെള്ളമായിട്ടുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ പോലും ഒരുപാട് പിള്ളേർ ഇവിടെ ദാണ്ട് വെള്ളത്തിൽ കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം കുളത്തിൻ്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച്. എന്തേലും വെള്ളമാണെന്ന് നോക്കിയേ. ഇപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടോ, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പാടം കേട്ടോ. ഇവിടെ ഇപ്പം നെൽകൃഷിയൊന്നുമില്ല. സീസൺ ആകുന്ന സമയത്താണ് നെൽകൃഷിയൊക്കെ നടാറ്. ആ സമയത്താണെങ്കിൽ നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റ് വീശുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ അങ്ങ് നടക്കാൻ തുടങ്ങി. കാറ്റ് കണ്ടോ, നല്ല കാറ്റാണ്. കുഞ്ഞേച്ചിയാണ് ഞങ്ങളുടെ ഗൈഡ് കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ പോകുന്നത് കുഞ്ഞേച്ചിയാണ് കേട്ടോ. തനുക്കുട്ടിക്കാണെങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളോട് ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് പാഠം എന്നൊക്കെ പറയുമ്പോൾ അവൾ ഇങ്ങനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഓരോ കാര്യവും നമ്മൾ എന്താണോ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവർ ഈ സമയങ്ങളിൽ, അതായത് ഈ ഒരു ഏജിൽ അവർ അതൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് നോക്കും. ഇതാ കണ്ടോ, തനുക്കുട്ടി ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഓരോന്നും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ അംഗൻവാടിയിലെത്തി. ഞങ്ങളായിരുന്നു ഫസ്റ്റ് കേട്ടോ. ഞങ്ങൾ 2 ഡ്രോപ്സ് പോളിയോ മരുന്നൊക്കെ കുടിച്ചതാണ്. ഇത് ആദർശേട്ടനാണ്. ആദർശേട്ടൻ എൻ്റെ വീട്ടിലിതാ പോളിയോ മരുന്നൊക്കെ കുടിക്കാൻ പോയേക്കുവാണ് കേട്ടോ. അങ്ങനെ 2 പേരും കയ്യിലൊക്കെ മഷിയൊക്കെ തേച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.